രാമേന്ദ്ര സാറേ, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യം വന്ന സ്വകാര്യ ചാനലാണ് ഏഷ്യാനെറ്റ്. അടുത്ത കാലം വരെ നമ്മുടെ മാധ്യമ സ്വാധീനത്തിൽ, ദൃശ്യമാധ്യമ സ്വാധീനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നവരാണ് അവർ. വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ അവരെപ്പോഴും മുഴക്കാറുണ്ട്. രണ്ട് മുദ്രാവാക്യങ്ങൾ എപ്പോഴും ഇന്ത്യ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേരോടെ നിർഭയം നിരന്തരം. അതിനിടയിൽ ഓരോ സന്ദർഭം വരുമ്പോൾ ശ്യാമസുന്ദര കേദാര ഭൂമി എന്നുണ്ട് രാവിലെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്ദർഭം വരുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ, എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ ഒക്കെ, കൗണ്ടിങ് വരുമ്പോൾ ഒക്കെ അവർ കൊടുക്കുന്നൊരു പരസ്യമാണ്, തൊട്ടടുത്ത ചാനലുകളേക്കാൾ ബഹുദൂരം മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു പില്ലാറിൻ്റെ പടമൊക്കെ കൊടുത്തിട്ട്, ഓർമ്മയില്ലേ? അപ്പോൾ ആ പരസ്യം നിലച്ച മട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണിക്കുന്നത്. ഏഷ്യാനെറ്റ് മലയാളത്തിലെ അൺബീറ്റബിൾ ചാനൽ, അല്ലെങ്കിൽ മലയാളത്തിലെ നമ്പർ 1 ചാനൽ എന്ന അവസ്ഥ കൈമോശം വന്നിരിക്കുന്നു. അവരെ ബഹുദൂരം പിന്നോട്ട് തള്ളിക്കൊണ്ട് 24 അല്ലേ? അതെ, 24 ചാനൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അതെ. മലയാളിക്ക് തീർച്ചയായിട്ടും അറിയാൻ താല്പര്യമുള്ളത് എന്താണ് ഏഷ്യാനെറ്റിന് സംഭവിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിൽ കോർപ്പറേറ്റ് കടന്നുകയറ്റമാണോ? അതിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള BJP നേതാക്കന്മാർ വന്നതിൻ്റെ തിരിച്ചടിയാണോ? മനഃപൂർവ്വമായ വല്ല അട്ടിമറി പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ പുറകോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതല്ല, CPM വളരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച ഒരു ചാനലാണ്. അവരുടെ പോരാട്ടത്തിന്, പോർവീര്യത്തിന്, അവരുടെ ക്യാപ്സ്യൂളുകൾക്ക് ഏഷ്യാനെറ്റിനെ പുറകോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായിട്ടും ദൃശ്യമാധ്യമ രംഗത്തെ ഗൗരവമായിട്ട് കാണുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ABC മലയാളത്തിൻ്റെ പ്രേക്ഷകർ അതറിയാൻ താല്പര്യമുണ്ട്. മാധ്യമരംഗത്ത് മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും സീനിയറായ ഒരാളെന്ന നിലയിൽ സാർ ആ ഒരു പതനത്തെ, ഏഷ്യാനെറ്റിൻ്റെ ഈ പിന്നോട്ട് പോക്കിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇതിപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ, ബാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതാണ് ബാർക്കിൻ്റെ ഫുൾ ഫോം. ബാർക്ക് റേറ്റിംഗിൽ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 2024 വീക്ക് 31 അതിൽ റേറ്റിംഗിൽ 24 150.3, ഏഷ്യാനെറ്റ് 146.7, 4% വ്യത്യാസം വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. നികേഷ് കുമാർ പോയതുകൊണ്ട് അങ്ങനൊരു ഗുണം റിപ്പോർട്ടറിന് ഉണ്ടായിട്ടുണ്ട്. 116.3 റിപ്പോർട്ടർ. മനോരമ ന്യൂസ് 4ാം സ്ഥാനത്ത് 77.4, പക്ഷേ ഫാർ ബിഹൈൻഡ് എന്നുള്ളതാണ് അവരുടേത്. മാതൃഭൂമി ന്യൂസ് 71.6, കൈരളി ന്യൂസ് 25.9, ന്യൂസ് 18 കേരള അത് താരതമ്യ ന്യൂസ് 18 24, ജനം TV 20.6, മീഡിയ 1 TV 14.7, അത് ആണ് ഏറ്റവും പുറകിൽ. മീഡിയ 1 പുറകിൽ നിന്ന് ഒന്നാം സ്ഥാനം, ഏറ്റവും പുറകിൽ നിന്ന് ഒന്നാം സ്ഥാനം. പിന്നെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞൊരെണ്ണം വന്നത് റേറ്റിംഗിൽ കയറിയിട്ടില്ല, അപ്പോൾ പരിഗണന അർഹിക്കുന്നില്ല. അതെ, അപ്പോൾ റിപ്പോർട്ടർ കുറച്ച് മുകളിലേക്ക് കയറുകയും ഏഷ്യാനെറ്റ് കീഴ്പോട്ട് വരികയും ചെയ്തു. അത് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് 2015 മുതൽ ഈ റേറ്റിംഗ് ഉണ്ടെന്നാണ് സബ്ജക്റ്റ് ടു കറക്ഷൻ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ ആളുകളുടെ ഓർമ്മയിലും അതുണ്ട്, ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു. അതെ, അല്ല, ആദ്യമായിട്ടാണ് പുറകെ പോയതെന്ന് എനിക്കറിയാം. മറ്റേ റേറ്റിംഗ് തുടങ്ങിയതിൻ്റെ വർഷത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് 2015 എന്നുള്ളത്. ചിലപ്പോൾ തെറ്റാം, പക്ഷേ അതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IBDF, അതായത് പരസ്യക്കാർ, ബ്രോഡ്കാസ്റ്റേഴ്സ് IBDF, പരസ്യക്കാർ ISA, പിന്നെ മീഡിയ ഏജൻസീസ് AAI, അതുപോലെ അഡ്വർടൈസിങ് മീഡിയ ഏജൻസീസ്, ബ്രോഡ്കാസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്ന ഒരു സംഘടനയാണത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ മെഷർമെൻറ്റ്, മാനദണ്ഡം ഇവരുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൗൺസിൽ നിലവിൽ വന്നത് 2010 അത് നാഷണൽ ഏജൻസിയാണോ?
അതെ, അത് ഈ സംഘടനകളെല്ലാം കൂടി ചേർന്ന് തുടങ്ങിയിരിക്കുന്നതാണ്. ഇത് ടാം എന്ന് പറഞ്ഞൊരു റേറ്റിങ്ങിന് ബദലാണ്. ടാം എന്ന് പറയുന്നത് നീൽസൺ എന്ന് പറഞ്ഞ കമ്പനിയും കാന്താർ മീഡിയ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി ചെയ്യുന്ന വേറൊരു റേറ്റിംഗ് ആണ്. അതിന് ബദലായിട്ട് ഇവർ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സും ഏജൻസിക്കാരും കൂടിയൊക്കെ തുടങ്ങിയ ഒരു കൂടുതൽ വിശ്വാസ്യത അതിനാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവർ 2.10 കോടി വീടുകളിൽ ഇത് മെഷർ ചെയ്യുന്നുണ്ട്. റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഏതിനാണെന്നുള്ളത്. അത്രയും വീടുകളിൽ 2.10 കോടി വീടുകളിൽ 8.91 കോടി മനുഷ്യർ ആണ് ഇവരുടെ സാമ്പിൾ. ഇത്രയും പേരുടെ വീക്ഷണം അനുസരിച്ചിട്ടാണ് ഏതാണ് മെച്ചം, ഏതാണ് നല്ലത് എന്നൊക്കെ തീരുമാനിക്കുന്നതെന്നാണ് അവരവകാശപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ 8 കോടി മനുഷ്യരുടെ അഭിപ്രായം ആണ് മൊത്തത്തിൽ ഈ നോക്കുന്നത്. കേരളത്തിലത്തത് പ്രത്യേകിച്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. മലയാളം ചാനലിന് ഓൾ ഇന്ത്യ നാഷണൽ ചാനലിന് വേറെ റേറ്റിംഗ് ഉണ്ട്, വേറെ റേറ്റിംഗ് ഉണ്ട്. ഇത് മലയാളത്തിലെ റേറ്റിങ്ങിനാണ്, മലയാളത്തിലെ ചാനലുകളുടെ പേരാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചയിലേക്ക് വരുമ്പോഴാണ് എപ്പോഴും മാധ്യമങ്ങളെ സംബന്ധിച്ച് വിശ്വാസ്യത അതാണ് ഈ നൂലായിട്ട് ഓടുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓടുന്നൊരു സംഗതി. വിശ്വാസ്യതയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസം വരും. ഇത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ്. കാരണം മലയാള മനോരമ 10 ലക്ഷം കോപ്പിയോളം കുറഞ്ഞിട്ടുണ്ട് 26 ലക്ഷത്തിൽ നിന്ന്. അവർ തന്നെ സമ്മതിക്കുന്നത് 19 ലക്ഷമായിട്ട് കുറഞ്ഞു എന്ന് അവർ തന്നെ പരസ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ ഉള്ള വിവരം അനുസരിച്ചിട്ട് 10 ലക്ഷത്തോളം കോപ്പി കുറയുന്നുണ്ട്, ഇപ്പോഴും കുറയുന്നുണ്ട് എന്നുള്ള ഒരു ട്രെൻഡാണ്, ഒരു പ്രവണത അങ്ങനെയാണ്. പിന്നെ പ്രിന്റ് മീഡിയയിൽ മൊത്തത്തിൽ ആ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ടല്ലേ. ആ ഡിക്ലൈൻ വരുന്നത് എങ്ങനെ നോക്കിയാലും നമ്മൾ ഈ നിഷ്പക്ഷത ആണ് എല്ലാ മാധ്യമങ്ങളും അവകാശപ്പെടാറ്. പക്ഷെ ആ നിഷ്പക്ഷത കളഞ്ഞു കുളിക്കുന്നത് സാധാരണഗതിയിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പിന്നെ നയങ്ങൾ തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് പാർട്ടിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ചർച്ചയൊക്കെ, നയപരമായ ചർച്ചയൊക്കെ മാനേജ്മെൻറ്റുകളുടെ നേതൃത്വത്തിലൊക്കെ നടക്കും. അങ്ങനെ മലയാള മനോരമയാണെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് നമ്മുടെ രീതി, എന്നാലും നിഷ്പക്ഷമായിരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അവസാന ലാപ്പിൽ കോൺഗ്രസിന് ആലിംഗനം ചെയ്യുന്ന മട്ടിൽ വരും. ഇത് ഈ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ഞാൻ മലയാള മനോരമയിലൊക്കെ ഉള്ളപ്പോൾ BJP അധികാരത്തിൽ വാജ്പേയി ഒക്കെ വന്ന് തുടങ്ങുന്നതുവരെയൊക്കെ ഞാൻ മനോരമയിലുള്ളൂ. പക്ഷേ BJP പിന്നീട് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്ന് തുടങ്ങിയപ്പോൾ മലയാള മനോരമയുടെ നിഷ്പക്ഷതയിൽ വിള്ളൽ വീഴുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈനംദിന നയത്തിൽ ഇത് പ്രതിഫലിക്കാൻ തുടങ്ങി. മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമായിരുന്നല്ലോ. പിന്നെ CPM-നെ വിമർശിക്കും, അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഓഡിയൻസ് കൂടുതലായിരുന്നുകൊണ്ട് മനോരമ അവരുടെ വേദപുസ്തകമാണെന്ന് മനോരമ തന്നെ അവകാശപ്പെടുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലൊക്കെ. അപ്പോൾ അങ്ങനെ CPM-നെ, മാർക്സിസത്തിനെ ഒക്കെ ആക്രമിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ മനോരമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്തു. അതുപോലെ തന്നെ നിരന്തരം എല്ലാ ദിവസവും നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ BJPക്കും മോദിക്കും എതിരെ ഉള്ള സ്റ്റോറീസിൽ തന്നെ അത് നിഷ്പക്ഷതയില്ലായ്മ ആളുകൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. കാരണം BJPക്ക് കൂടുതൽ ആളുകൾ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു, വോട്ടർമാർ. അപ്പോൾ ഇവർക്ക് ഈ പത്രവും വേണ്ട, അവർക്ക് ഈ പറഞ്ഞ ചാനലും കാണണ്ട. ഈ ചാനലും CPM-നോട് കൂടി ചേർന്ന് നിൽക്കാൻ തുടങ്ങി. രാജീവ് ചന്ദ്രശേഖർ മുതലാളിയാണ് എങ്കിലും രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെ തന്നെ ആ ചാനൽ നിന്നോ എന്നുള്ള സംശയം ഇല്ല പല ആളുകൾക്കും ഉണ്ടായി. അല്ല സാറേ, അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ BJP നേതാവ് ആയ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ചാനലിൻ്റെ ഓണർ. അതൊരു വലിയ പ്രചാരണമാണ്, വലിയൊരു ക്യാപ്സ്യൂളായിട്ട് വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഒരു മീഡിയയും ചെയ്യാത്ത മട്ടിൽ
കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ മാഫിയ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി നിലകൊണ്ട ഒരു ചാനലാണല്ലോ. എന്നിട്ടും അവർക്ക് എന്തു പറ്റി? എന്തായിരിക്കും ഈ അല്ല, ആ ഇടക്കാലത്ത് മാഷ ഓർക്കുന്നില്ലേ, BJPയും അങ്ങോട്ട് വക്താക്കളെ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് BJPയും ഇടക്കാലത്ത് അത് ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി. BJPക്കെതിരെയുള്ള നിലപാട് CPMന്, ഇത് പിണറായി വിജയന് ഈ പറഞ്ഞ പോലെ ഈ അവസാനത്തെ കേസിലുമൊക്കെ, അതുപോലെ മറ്റേ സർക്കാരിന് ഇപ്പോൾ പല കേസുകളുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള സരിത തുടങ്ങിയത് വിശ്വാസ്യതയില്ല, തകരുന്നൊക്കെ എങ്ങനെയാണ്, അത് ഒരുപാട് കാലം കൊണ്ട് നടന്നതാണല്ലോ. സരിത കേസ് കത്തിച്ചുകൊണ്ട് നടന്നതാണ്. പക്ഷേ ആ സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന് പറയാം. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് എതിരായിട്ട് മാധ്യമങ്ങൾ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ CPM വക്താക്കളെ അയക്കാതായി അങ്ങോട്ട്. പിന്നെ കരീമിൻ്റെ കേസ്, ബിനു ജോണിനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ, പോലീസ് കേസുകൾ, ആ കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നിങ്ങനെ ഒരു വശത്ത്. പക്ഷേ പല സമയത്തും ഈ BJPയെ തല്ലുമ്പോൾ CPMൻ്റെ നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കൃത്യതയോ ഒന്നുമില്ല, വ്യക്തതയോ ഇല്ലാത്ത നിലപാടില്ലായ്മയുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ ഷഹീൻ ബാഗ്, അതെ അതെ, ആ സമയത്ത് മറ്റേ ഇവർ ചെയ്തിട്ടുള്ള ഏഷ്യാനെറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിങ്, അത് സത്യവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ധാരാളം പരാതികൾ അതിന് സംബന്ധിച്ചുണ്ടായതാണ്. അതിനെതിരെ ഏതാണ്ട് ഒരു ദിവസത്തോളം. അതുപോലെ ആ ഒരു മയക്കുമരുന്ന് കേസിൽ കൃത്രിമമായ ഒരു കുട്ടിയുടെ ഉണ്ടാക്കി അതും പറയുന്നുണ്ട്. എന്തായാലും വിശ്വാസ്യത കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നിട്ടാണ് ഷഹീൻ ബാഗിൽ മറ്റേ ഈ പുറത്ത് വിദേശ ഇടപെടലാണല്ലോ അതൊക്കെ ഉള്ളത്. അപ്പോൾ വിദേശ ശക്തികൾക്ക് വേണ്ടി നിൽക്കുന്ന പോലെയാണ് ചാനൽ പെരുമാറിയത്. അതിൽ തന്നെ ആ റിപ്പോർട്ട് മിക്കവാറും ചെയ്തിരുന്ന ആൾ പിന്നീട് കൈരളിയിൽ പോയി ജോലി ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് നേരെ ഒരു ദിവസത്തോളം അതിൻ്റെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ തടയുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയൊക്കെ ആകുന്നതുമൊക്കെ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ പൊതുവെ ഈ BJP വിരുദ്ധ നിലപാടാണ് ആ ചാനൽ കൈക്കൊള്ളുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ചാനലുകളോ മാധ്യമങ്ങളോ മാറിയിട്ടില്ല. ഇപ്പോൾ മീഡിയ വണ്ണിന് വിശ്വാസ്യതയില്ല എന്നാണല്ലോ ഈ ഏറ്റവും പുറകിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വെക്കുമ്പോൾ കാണുന്നത്. അതുപോലെ ആണ് ഈ ഇതിനും പറ്റിയത്. മോദി വിരുദ്ധത ഒരു പ്രേക്ഷക മനസ്സ്, മലയാളത്തിൻ്റെ ഒരു പൊതു പ്രേക്ഷക മനസ്സ് മൊത്തത്തിൽ BJP വിരുദ്ധമായി നിലകൊള്ളുന്നത് കൊണ്ട് കൂടി ആ ഒരു ഓളത്തിൻ്റെ കൂടെ നിൽക്കുന്നതാവില്ലേ അത് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ്, കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റുകൾ പറയാറുണ്ട്. ഇതിൽ മാറ്റം വന്നതല്ലേ ഈ തൃശ്ശൂർ മുഴുവൻ കണ്ടത്. നമ്മൾ അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ, അവരുടെ തെരഞ്ഞെടുപ്പ് സർവേകളിലൊക്കെ മാനിപ്പുലേഷൻസ് നടന്നിട്ടില്ല എന്ന് അവർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? കാരണം ഇവരാരും ഈ സുരേഷ് ഗോപിക്ക് മുൻതൂക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് സർവേകളിൽ പറയാൻ തയ്യാറായിരുന്നില്ലല്ലോ. ജയിക്കുന്ന ഉറപ്പിച്ച് പറഞ്ഞിട്ടേ ഇല്ല. മനോരമ ന്യൂസിൻ്റെ സർവേയിൽ തന്നെ 6% കൂടുതൽ വോട്ടുണ്ട് മുരളീധരന്. പക്ഷെ മുരളീധരൻ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 6% വോട്ട് കൂടുതൽ കിട്ടിയാലും ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് സർവേയിൽ സുരേഷ് ഗോപി ജയിക്കുന്ന കിട്ടിയിട്ടുണ്ടാവും. അത് മറച്ചു വെക്കാനുള്ളൊരു തത്രപ്പാടാണ്. അപ്പോൾ ജനം മാറിയതിനനുസരിച്ച് അവരവരുടെ നയത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അതെ, ഇനിയിപ്പോൾ ഒരു സംശയമുള്ളത് എനിക്ക് മാധ്യമരംഗത്തെ ഒരു വിദഗ്ധൻ എന്നുള്ള ആൾക്ക് സാറിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന മൂലധന ശക്തി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ വലിയ ബിസിനസ് മാഗ്നറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് പുറകോട്ട് പോവുകയും പകരം അവിടെ ന്യൂസ് 24 വരികയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി അതിൻ്റെ വർഗ്ഗഗുണത്തിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? വർഗ്ഗഗുണത്തിൽ വ്യത്യാസം മാത്രമല്ല പക്ഷേ ഈ 24 എന്തുകൊണ്ട് കയറി, എന്താണ് ഏഷ്യാനെറ്റിൽ നിന്ന് 24-ന് മെച്ചം എന്നുള്ളതും അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്കും പിടികിട്ടുന്നില്ല. അവർ പ്രത്യേകിച്ച് ഈ കാലത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് മാധ്യമരംഗത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല നമുക്ക്.
പക്ഷെ പ്രേക്ഷക മനസ്സ് ഇപ്പോഴും നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും നമുക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന. ഒരു പക്ഷേ ഏഷ്യാനെറ്റിനേക്കാൾ കൂടുതൽ ഇടത് തീവ്രതയോ മറ്റോ 24 കാണിച്ചിട്ടുണ്ടാകാം. കാരണം അത് പല മുതലാളികളുടേതാണല്ലോ. അതെ അതെ. ഏഷ്യാനെറ്റ് ഒരു മുതലാളിയുടേതാണ്. 24ന്റെ ഗുണം പല മുതലാളിമാര് അതിൽ ഇസ്ലാമിക ശക്തികളും ഹിന്ദു ശക്തികളും എല്ലാം കാണും. പല ജാതി മതസ്ഥരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ മുതലാളി ഓരോ തവണ വിളിക്കുമ്പോൾ ഒരു സ്ഥിരം നയമായിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കാവുന്ന ഒരു നയം 24ന് ചിലപ്പോൾ ഉണ്ടാകാം മുതലാളിമാരെ. പക്ഷെ പൊതുവെ BJP വിരുദ്ധ നിലപാടാണ് അതിന് ഉള്ളത്. അതെ അതെ. അപ്പോൾ പിന്നെ ഒരു കടുത്ത മീഡിയ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു വ്യത്യാസം, ഞാൻ സൂക്ഷ്മമായിട്ട് അങ്ങനെ കാണുന്ന ഒരാളല്ല 24. പക്ഷേ ഈ ഏഷ്യാനെറ്റൊക്കെ ചെയ്യുന്ന ഒരു മീഡിയ ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ, അതിഭീകരമായിട്ട് ഇത് ഞങ്ങളങ്ങോട്ട് ശരിപ്പെടുത്തി കളയുമെന്നൊരു ആ ഒരു നാട്യം അവർക്കില്ല. അതായിരിക്കും ഒരു പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ജനങ്ങളെപ്പോഴും സൗമ്യമായി കാര്യങ്ങൾ കേൾക്കാനും പറയാനുള്ള അവസരം കൊടുക്കാനും ഒക്കെ ആയിരിക്കില്ല. ഇതിനേക്കാളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അന്തിച്ചർച്ച എന്ന് പറഞ്ഞ സാധനമൊന്നും ആർക്കും കാണാൻ പറ്റാതെ ആയി. സ്ഥിരം കലാനിലയം, സ്ഥിരം നാടകവേദി എന്ന് പണ്ട് പറഞ്ഞിരുന്ന പോലെ സ്ഥിരം കഥാപാത്രങ്ങൾ. ഞാനൊരു സ്പീച്ച് കേട്ടു സാറേ, ശശികുമാറിൻ്റെ, മലയാള ദൃശ്യമാധ്യമങ്ങളുടെ പിതാവ് എന്നൊക്കെയാണല്ലോ. ശശികുമാർ സാർ പറയാണ്, എൻ്റെ സ്വീകരണം എന്നോട് പലരും ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ കൺസൾട്ടേഷൻ വരാറുണ്ട്. അവരോടൊക്കെ ഞാൻ കൈകൂപ്പി വണങ്ങിയിട്ട് ഒരു അക്ഷരം പറയാറില്ല, ചായ കൊടുത്ത് വിടും. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്വീകരണ മുറിയിലെ ടെലിവിഷൻ സെറ്റ് എൻ്റെ കൊച്ചുകുട്ടികൾക്ക് പോലും, എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും വേണ്ടാതെ ഏതെങ്കിലും ആക്രിക്കാരന് കൊടുക്കാൻ കാത്തു കിടക്കുകയാണ്. അത്ര ബോറാണ് നമ്മുടെ ന്യൂസ് അവർ പോലും. ഒരു വാക്ക് അദ്ദേഹം ചേർത്ത് പറഞ്ഞു എന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ തോന്നുന്നൊരു തമാശ, ബാർക്ക് ആണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ് അല്ലേ, റേറ്റിംഗ് ഒരു മാനദണ്ഡം ബാർക്കാണ്. നിർഭാഗ്യവശാൽ അത് BARC ആണ്. അതെ, BARK ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു. കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും അട്ടഹസിക്കുകയും അലറുകയും ഒക്കെ ഈ മനുഷ്യനെ കടിക്കാൻ വരുന്ന മട്ടിൽ മീഡിയ ആക്ടിവിസവും കാണുമ്പോൾ ഇതിൻ്റെ റേറ്റിങ്ങിൻ്റെ ഒരു ബേസ് ബാർക്ക് ആകാമായിരുന്നു, BARK ആകാമായിരുന്നു എന്നൊരു തമാശ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൻ്റെ നോ കമൻസ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം പണ്ട് BK നോ കമൻസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് സാർ ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് വെറും പ്രേക്ഷകനാണല്ലോ ഞാൻ. സാർ അതിൻ്റെ അകത്ത് നീന്തി കളിച്ച ഒരാളാണ്. അതുകൊണ്ട് സാറ് പറയാൻ നിന്നാൽ കുറെ കൂടി അപകടകരമായിരിക്കും. സാറിന് മാത്രമല്ല ഇവർക്കൊക്കെ പൊള്ളും. അതുകൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല. തൽക്കാലം ഏഷ്യാനെറ്റിനോട് നമ്മൾ എന്താ പറയുക, മനുഷ്യർക്ക് കാണാവുന്ന പ്രോഗ്രാംസ് ഈ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടൊക്കെ ദൃശ്യമാധ്യമങ്ങളല്ലേ, ആളുകളുടെ അഭിപ്രായമല്ലാതെ കുറെ ദൃശ്യങ്ങളും കൂടിയൊക്കെ അതിൽ വന്ന് നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖർ സാറിനോട് നമുക്ക് പറയാം, സാറേ കുറച്ചുകൂടി ഒരു നല്ല മാധ്യമ സംസ്കാരം മലയാളത്തിന് കൊടുത്താൽ നല്ലതാണ്. കാരണം മാധ്യമങ്ങളെക്കാൾ മുമ്പെയാണ് മലയാളത്തിലെ പ്രേക്ഷകർ എന്ന് അങ്ങ് ദയവായി അറിയണം. അങ്ങയുടെ ബിസിനസ്സിനും അതാണ് നല്ലത്. തീർച്ചയായിട്ടും. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.